ശ്രീ എൻ മോഹനന്റെ ഒരിക്കൽ എന്ന ആത്മകഥാപരമായ നോവലാണിത്. ഇതിന്റെ ഓരോ അധ്യായങ്ങൾ നമുക്ക് കേൾക്കാം. ശ്രീമതി ലളിതാംബിക അന്തർജനത്തിന്റെ മകനാണ് എൻ മോഹനൻ. ഇന്നലത്തെ മഴ എന്ന നോവൽ കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിന് വയലാർ അവാർഡും ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ ഒരിക്കലിന്റെ ആദ്യത്തെ ചാപ്റ്റർ. ശ്രീ എൻ മോഹനന്റെ ഒരിക്കൽ എന്ന നോവൽ നമുക്ക് കേൾക്കാം. ആദ്യത്തെ അധ്യായം. ആശുപത്രിയിലെ മുകളിലത്തെ നിലയിലെ ആ മുറിയിൽ രോഗാതുരയായി കിടന്ന അവളെ കണ്ടതിന് ശേഷം ഞാൻ തിരിച്ച് ഭാര്യയുടെ മുറിയിലെത്തി. തന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മടങ്ങുന്നതിന്റെ ഉത്സാഹത്തിലായിരുന്നു അവൾ. അവളോട് പറഞ്ഞു, നീ എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കേണ്ടതുണ്ടായിരുന്നില്ല. അവൾ ചൊടിച്ചു. ഞാൻ പറഞ്ഞയച്ചതാണല്ലേ. ആ സ്ത്രീ മുകളിലത്തെ നിലയിൽ ഒരു മുറിയിൽ ചികിത്സയിലുണ്ട്. വേണമെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. സ്വന്തം ഇഷ്ടമനുസരിച്ച് കാണാൻ പോയിട്ട് ഇപ്പോൾ എനിക്കായോ പഴി? എന്താ, പഴയ കൂട്ടുകാരി തിരിച്ചറിയുവാൻ കൂട്ടാക്കിയില്ലേ? ഇറക്കി വിട്ടുവോ? എന്തു പറ്റി? മറുപടിയുടെ അവസാന ഭാഗം അവ്യക്തമായിരുന്നിട്ടും പ്രകോപിതനായില്ല. അതിനുള്ള യാതൊരു മാനസികാവസ്ഥയും ഉണ്ടായിരുന്നതുമില്ല. ഒട്ടൊരാത്മകഥം പോലെ പറഞ്ഞതേയുള്ളൂ. മഹാരോഗങ്ങൾ പിടിപെട്ട് കിടക്കുന്നവരെ ആരെയും കാണുന്നത് സുഖമുള്ള ഏർപ്പാടല്ലല്ലോ, പരിചയമുള്ളവരെ പ്രത്യേകിച്ചും. ഭാര്യ അർത്ഥസൂചകമായി വീണ്ടും തൊടുത്തു. വെറും പരിചയം അല്ലേ? കുറെ നേരമായല്ലോ പോയിട്ട്. എന്താ, പണ്ടത്തെ കഥകളും ഓർമ്മകളും ഒക്കെ പങ്കിട്ട് വീണ്ടും പഴയ കോളേജ് ചെക്കനായി മാറിയോ? എല്ലാം വീണ്ടും ആരംഭിച്ചു കളയാമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നും പറയാൻ തോന്നിയില്ല. വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. നീ പോയി കണ്ടു, പരിചയപ്പെട്ടു, ധാരാളം സംസാരിച്ചു, വേണ്ടതും വേണ്ടാത്തതുമെല്ലാം പറയുകയും കേൾക്കുകയും ചെയ്തു ഇല്ലേ? ഉറ്റമിത്രങ്ങളായി പിരിയുകയും ചെയ്തിരിക്കുന്നു ഇല്ലേ? ചോദിച്ചില്ല. ഒന്നും പറയാതെ ചോദ്യഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പഴയ കോളേജ് ചെക്കനായിന്നോ? എന്താ നീ ചോദിച്ചത്? ഇത് യന്ത്രത്തിന്റെയും മൃഗത്തിന്റെയും ഒന്നും കാര്യമല്ലല്ലോ. മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണത നിറഞ്ഞ അവസ്ഥാവിശേഷങ്ങളല്ലേ. അവിടെ നാം എന്താകണം, ആരാകണം എന്നൊക്കെ നിശ്ചയിക്കുവാൻ നമ്മൾ ആരാണ്? ഏതോ അജ്ഞാത ശക്തി വിശേഷങ്ങൾ നമ്മെ ഓരോ അവസ്ഥയിൽ ഓരോന്നാക്കി മാറ്റുന്നു. നാം ഉദ്ദേശിക്കാത്തത് പറഞ്ഞു പോകുന്നു, പ്രവർത്തിച്ചു പോകുന്നു. അതിന്റെ അനുഗ്രഹാശിസ്സുകളും അശനീപാതങ്ങളും അനുഭവിക്കുകയും ചെയ്യുന്നു. യുക്തിക്കും അപഗ്രന്ഥത്തിനും ഇവിടെ എന്തു പ്രസക്തി? നിനക്ക് തന്നെ അവളെ പോയി കാണുവാൻ തോന്നിയത് എന്താണ്? അറിയാതെ അടുപ്പം തോന്നിയത് എന്തുകൊണ്ടാണ്? പരസ്പര വിശ്വാസത്തിൽ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോയതെന്താണ്? ഒടുവിൽ, വളരെ ഒടുവിൽ, പതുക്കെ, അനുകമ്പയോ ആത്മതാപമോ സ്വന്തം അന്ധകരണത്തിന്റെ തന്നെ വേദനയോ ഒക്കെ കലർന്ന വാക്കുകളാൽ ചോദിച്ചു, അവളുടെ രോഗം എന്തെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേ? ലേശം അമ്പരപ്പോടെ ഭാര്യ പറഞ്ഞു, അർബുദം എന്ന് സംശയിച്ച് യൂട്രസ് ഓപ്പറേഷൻ നടത്തി. എല്ലാം മാറിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. വിശദീകരിക്കേണ്ടി വന്നു. അത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ മാരടത്തിലൊന്ന് നീക്കിക്കഴിഞ്ഞിരുന്നത്രേ. ഇതിപ്പോൾ രണ്ടാമത്തതാണ്. ഞാനൊരു സ്ത്രീ അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. തുടർന്ന് പറഞ്ഞ കാര്യം മനഃപൂർവ്വം പറഞ്ഞില്ല. വേണ്ട, അത് പറയാതിരിക്കുകയാണ് നല്ലത്. ഭാര്യയുടെ മുഖം വല്ലാതെ മങ്ങുകയും നേരത്തെ പറഞ്ഞുപോയ വാക്കുകളിലും അത് പറഞ്ഞ രീതിയിലും പശ്ചാത്തപിക്കുന്നത് പോലെയുള്ള ഭാവം പരക്കുന്നതും കണ്ടു. വളരെ സങ്കടം നിറഞ്ഞ വാക്കുകളിലാണ് പറഞ്ഞത്. കഷ്ടം, ഞാൻ അറിഞ്ഞില്ലാട്ടോ. ഓരോ വിധിവിലാസം, ഓരോരുത്തർക്ക് ഈശ്വരൻ നൽകുന്ന പരീക്ഷണങ്ങൾ. ഭർത്താവിന്റെ മുഖത്തെ നിറമാറ്റവും ഭാവവ്യത്യാസവും കണ്ട് വിഷയം മാറ്റി പറഞ്ഞു. ഉച്ച കഴിഞ്ഞു, വേഗം വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നു. നാളെ നമുക്ക് തിരിച്ചു പോകേണ്ടതല്ലേ? വളരെ ദൂരം വണ്ടി ഓടിക്കേണ്ടതല്ലേ? ശരിയായിരുന്നു. അപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അതുതന്നെയായിരുന്നു. ഭക്ഷണം വേണമെന്നുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും പോയി ഒരു ഏകാന്തത കണ്ടുപിടിച്ച് സ്വന്തം മനസ്സിനെ സ്വാന്തനപ്പെടുത്തുക, അത്ര തന്നെ. ഒരിക്കലിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോൾ രാത്രിയാണ്. ഈ പഴയ മാളികക്കെട്ടിന്റെ ആൾപ്പെരുമാറ്റം പതിവില്ലാത്ത മുകളിലത്തെ നിലയിൽ ചില്ലുജാലകങ്ങൾ നിറഞ്ഞ ചുമരിനോട് ചേർത്തിട്ടിട്ടുള്ള ചാരുകസേരയിൽ ഞാൻ വിശ്രമിക്കുകയാണ്. വെളിയിൽ മിന്നാമിനുങ്ങുകൾ പാറുന്നത് കാണാം. ചീവീടുകൾ ചിലയ്ക്കുന്നത് കേൾക്കാം.
തൊട്ടപ്പുറത്തുള്ള വിശാലമായ കുളത്തിന്റെ പായൽ പടർപ്പിനിടയിലെ തെളിവെള്ളത്തിൽ മെലിഞ്ഞ ചന്ദ്രലേഖയുടെ പ്രതിച്ഛായയുണ്ട്. ഏതോ ജലജീവികൾ ചലിപ്പിച്ചതിനാലാവാം ഇടയ്ക്കിടയ്ക്ക് ജലനിരപ്പിന്റെ മുകൾ പരപ്പിൽ കൊച്ചോളങ്ങളുണ്ടായി. അപ്പോഴൊക്കെ ചന്ദ്രക്കലയുടെ വളഞ്ഞാടിഞ്ഞ നിഴലാട്ടമുണ്ടായി. മനസ്സിലും ജലതരംഗങ്ങളും നിഴലാട്ടവും നടക്കുകയായിരുന്നുവല്ലോ. ജി. ശങ്കരക്കുറുപ്പിന്റെ കവിതാപുസ്തകം പകുതി എവിടെയോ തുറന്ന് എൻ്റെ കയ്യിലും മടിത്തട്ടിലുമായി കിടന്നു. ഇന്ന് ഞാനത് മനഃപൂർവ്വം വീണ്ടും വായിക്കാൻ എടുത്തതായിരുന്നു. ഒരാശ്വാസത്തിന് വേണ്ടി. അവളെ കണ്ടുവന്നതിന് ശേഷം ഒരാചാരം പോലെ, ഒരു ചടങ്ങ് പോലെ എന്ന് വിചാരിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും ഉള്ളിലെ വിടാത്ത നോവിന്റെ പ്രേരണയായിരുന്നു പിന്നിൽ എന്നതായിരുന്നു സത്യം. അതിന്റെ മർമ്മരം ഹൃദയസ്പന്ദനത്തിലുണ്ടായിരുന്നു. പണ്ടെത്രയോ കവിതകൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വായിച്ചു. ഇംഗ്ലീഷും മലയാളവും. ഷെല്ലി, കീറ്റ്സ്, ഡെലൻ തോമസ്, ചങ്ങമ്പുഴ, വൈലോപ്പള്ളി, ജി. ശങ്കരക്കുറുപ്പ്, പി. ഭാസ്കരൻ. പക്ഷേ ആദ്യം അറിഞ്ഞു പരിചയപ്പെട്ടപ്പോൾ അവൾ യാദൃച്ഛികമായി ചൊല്ലിക്കേട്ടത് ജി. ശങ്കരക്കുറുപ്പിന്റെ വരികളായിരുന്നു. അകലേക്കാൾ അകലെയാകുന്നു നീ, അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം. പിന്നെയും കുറുപ്പുമാഷിന്റെ എന്തെല്ലാം കവിതകൾ ഒന്നിച്ചിരുന്ന് വായിച്ചു. ഇന്ന് വീണ്ടും ഞാനതെടുത്ത് മുന്നിൽ വച്ചെങ്കിലും മുഴുവൻ വായിക്കാനാകുന്നില്ല. പതിവില്ലാതെ അവളെപ്പറ്റിയുള്ള ഓർമ്മകൾ എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നു, നൊമ്പരപ്പെടുത്തുന്നു. അകലേക്കാൾ അകലെയാകുന്നു നീ, അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം. നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. വിവാഹിതൻ, സംതൃപ്തമായ ഒരു ദാമ്പത്യവും കുടുംബജീവിതവും ഉള്ളവൻ, എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി സഹിച്ച് സഹകരിച്ച് സ്നേഹിക്കുന്ന ഭാര്യയും സ്നേഹസമ്പന്നരായ മക്കളും ഉള്ളവൻ, ഒരു കുട്ടിയുടെയെങ്കിലും പ്രിയപ്പെട്ട മുത്തച്ഛൻ. ഇന്ന് വയസ്സുകാലത്ത് പഴയ കൗമാരകാല പ്രണയബാധയുടെ ആവർത്തനമോ? ഹൃദ്രോഗവും ആസ്മയും എല്ലാം നിരന്തരം പിന്തുടരുന്ന, പീഡിപ്പിക്കുന്ന ഏത് അപ്രതീക്ഷിത നിമിഷത്തിലും യാത്ര പറയേണ്ടി വന്നേക്കാവുന്ന ഈ വൈകിയ വേളയിൽ സത്യം പറയട്ടെ, ഇതിൽ പ്രേമമില്ല, ആരാധനയില്ല, വിരഹവേദനയില്ല, ചമത്കാരപൂർണമായ യാതൊരു വികാരാകർഷണവുമില്ല. എന്നാലും എനിക്ക് വിശദീകരിക്കാനാവാത്ത മറ്റെന്തോ ഉണ്ട് എന്ന വാസ്തവം നിഷേധിക്കുവാനും വയ്യ. മനുഷ്യന് മനുഷ്യനോട് തോന്നുന്ന എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ എന്തോ ഒന്ന്. ഇന്നത്തെ സ്വച്ഛതയും സൗന്ദര്യവും സന്തോഷവും നിറഞ്ഞ ജീവിത പരിസരത്ത് നിന്ന് ഒരു മടക്കയാത്ര ഒരിക്കലും ഒരു കാലത്തും എനിക്കാവുകയില്ല. ഒരു ശക്തിക്കും എന്നെ അതിന് നിർബന്ധിക്കുവാനോ പ്രേരിപ്പിക്കുവാനോ കഴിയുകയില്ല. അവളെ എന്നല്ല ആരെയും ഇനി പ്രണയിക്കുവാനോ കൊതിക്കുവാനോ സാധിക്കുകയില്ല. അതിനുള്ള ശാരീരികമോ മാനസികമോ ആയ കൽപ്പുമില്ല. ഒരിക്കൽ പ്രിയങ്കരിയായിരുന്നുവെങ്കിലും അവൾ സ്വയം ഭയങ്കരിയായി രൂപാന്തരപ്പെട്ടവളാണല്ലോ. അസുഖകരമായ ഒരു അനുഭവത്തിന്റെ തീരാവ്യഥയായല്ലാതെ അപമാനമായല്ലാതെ അവളെ ഓർമ്മിച്ചിരുന്നതേയില്ലല്ലോ. എന്നാലും ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷവും കാലത്തിൻ്റെയും അനുഭവത്തിൻ്റെയും രോഗത്തിൻ്റെയും ആക്രമണത്തിൽ പലതും മാറിക്കഴിഞ്ഞിട്ടും മാറാത്ത എന്തോ ഒന്ന്, പഴയ എന്തോ ഒന്ന് ഇനിയും അവശേഷിക്കുന്നുവെന്നോ? സ്വന്തം അനുസ്മരണയിലും തിരിച്ചറിവിലും അങ്ങനെ ഒരു ആലസ്യം നിറഞ്ഞ ആകർഷണത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും തരി പോലും ബാക്കിയില്ലായിരുന്നുവല്ലോ. നോവും നാശവും മാത്രം തന്നെ എന്തോ ഒന്നിൻ്റെ കൈക്കുന്ന അവശിഷ്ടം മാത്രമായിരുന്നുവല്ലോ അവളെപ്പറ്റിയുള്ള അവ്യക്ത സ്മരണ പോലും.